എൽറ്റേറിയ കാർഡിമം എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് കാർഡിമം എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് നമ്മുടെ ഏലക്കയാണ് സാധനം. നമ്മുടെ പായസത്തിലും മറ്റുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയും കണ്ടിട്ടുള്ള സാധനമില്ലേ? അതിനെ കാണാൻ വേണ്ടി പോയത് ഒരു മലയോര മേഖലയിലാണ് കേട്ടോ. ഈ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇവിടെയൊക്കെയുള്ള സാധനമാണ്. ശരിക്കും ഒരു ഏലത്തിൻ്റെ ചോട് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ദൈവം സഹായിച്ച് നമ്മൾ പോയ ഏലത്തിൻ്റെ ചോട് ഇങ്ങനെയായിപ്പോയി. അത് കാരണം വേറൊന്നുമല്ല, അവർ ശരിക്കും വളം ഇടുന്നില്ല, വരയൊക്കെ നോക്കുന്നില്ല. എന്നിട്ട് തന്നെ ഇതുപോലെ കായുണ്ട്. കിട്ടുന്നത് മതി എന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഉണങ്ങിയെടുത്താൽ ഏലക്ക ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. പഴുത്തൊരു ഏലത്തിൻ്റെ കായ കേട്ടോ അത്. ഇതാണ് ശരിക്കും കറുത്ത, കണ്ടോ, ഉള്ളിൽ വിത്തൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഏലം. കണ്ടോ, ഈ ഏലത്തിൻ്റെ ശരിക്കുള്ള വളർച്ചയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കൊരു ചെറിയ മഞ്ഞപ്പുള്ളിയൊക്കെ. അതിനകത്തുനിന്ന് ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് തന്നെ എന്താണ് ഞരളാണി എന്ന് പറഞ്ഞൊരു തൈയാണ് ഈ ഏലം. അപ്പോൾ അതിൻ്റെ ഒരു വിത്ത് വലിച്ചു പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ ശ്രമിച്ചതാണ്. മാക്സിമം നോക്കി, ഞങ്ങൾ കത്തിയൊന്നും എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് കിട്ടിയ പോലെയൊക്കെ വലിച്ചു പറിച്ച് ഞങ്ങൾ എടുത്തു. കുഴപ്പമൊന്നുമില്ല, അത് നട്ടുപിടിച്ചാൽ നന്നാവുമെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. എന്നാലും നമുക്ക് നട്ടുപിടിപ്പിച്ച് നോക്കാം, അത് വേറെ. എന്നിട്ട് ഇതിൻ്റെ ശരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ, ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചും ഇതിൻ്റെ ഉണങ്ങലിനെക്കുറിച്ചും പറയണ്ടേ? അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നല്ലൊരു കർഷകനെ കണ്ടുപിടിച്ച് ആ കഥകളെല്ലാം നിങ്ങളോട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.